ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ട്, സായി ഉണ്ട്. ഹായ് സായി. Buenos días. Everything is better with What was your spicy. name? I forgot. എൻ്റെ ഗുജറാത്തിൽ പഠിച്ച ഒരു കോളേജ് കൂട്ടുകാരനാണ് കേട്ടോ, ഒരു ഗുജറാത്തി കൂട്ടുകാരൻ. അവൻ്റെ റൂമിൽ വന്നിരിക്കുകയാണ്. ഇപ്പം നിൽക്കുന്നത് ഫിൻലാൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹെൽസിങ്കിയിലാണ്. രാവിലെ മുട്ട കഴിക്കുക. Morning. How are you, bro? I'm doing great. How about you? All good, all good. How's your sleep? Yeah, it was good. How about you? Good. Was it funny enough? വെളുപ്പകാലത്ത് 3:30 മണിക്ക് ഇവിടെ നിന്ന് സൂര്യൻ വന്ന കേട്ടോ. 3:30 മണിക്ക് ഇന്നലെ രാത്രി വന്ന് ഉറങ്ങിയത് 12 മണിക്കാണ്. 12 മണി 3 മണിക്ക് ഉറങ്ങിയപ്പോൾ സൂര്യൻ വന്നു കഴിഞ്ഞ. ഇവിടെ പകലുകൾ കൂടുതലാണ് കേട്ടോ സമ്മർ സമയത്ത്, അതായത് ചൂട് കാലത്ത്, തണുപ്പ് കാലത്ത് രാത്രിയാണ് കൂടുതൽ, പകല് വളരെ കുറവാണ്. ജയ് എന്നോട് ഗുജറാത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കാൻ വേണ്ടി കൂടോട്ടായിരുന്ന ഒരു പയ്യനാണ് കേട്ടോ. ഗുജറാത്തിൽ പഠിച്ചാണ് പുള്ളിക്കാരൻ, ഗുജറാത്തിയാണ്. I remember my Gujarati breakfast because it's very small, you know. Yeah. It's very small. ഗുജറാത്തിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുഞ്ഞാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ അപ്പോ ഇടിയപ്പോ മുട്ടക്കറി അത്രയും വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല. റൺ അങ്ങനെ അവർ എസ്തോണിയയിലോട്ട് പോവാണ്. അവർ ഹോളിഡേ ആയതുകൊണ്ട് പോകാം കേട്ടോ. എസ്തോണിയയിലോട്ട് പോകുന്ന സമയമായി, അതുകൊണ്ട് അവർ ഓടുവാണ്. അപ്പോൾ നമ്മളിനി പയ്യെ നമ്മുടെ പ്ലാനൊക്കെ ചെയ്യാം. ഗുഡ് മോർണിംഗ്, ലെറ്റ്സ് ഗോ. ഇന്ന് ആകെ ഉറങ്ങിയത് 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങി കേട്ടോ. 7 മണിക്കൂർ ഉറങ്ങണം. അപ്പം ഞാൻ നെക്സ്റ്റ് പോകുന്നത് സ്വീഡനിലോട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് ഫിൻലാൻഡിലെ കുറച്ച് സ്ഥലങ്ങളൂടെ കണ്ടിട്ട് ഞാൻ ഫെറി എടുത്ത് സ്വീഡനിലോട്ട് പോകും. രാവിലെ തന്നെ ബസ്സിൽ കയറി നമ്മളിവിടുത്തെ അടുത്തുള്ള സ്ഥലത്തോട്ട് പോവാണ്. മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് കുറച്ച് വൈഫൈ, മെക്ഡൊണാൾഡ്സിലാകുമ്പോൾ എല്ലായിടത്തും ഫ്രീ വൈഫൈ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നെറ്റ് കിട്ടുന്നില്ല കേട്ടോ, എന്തോ പ്രശ്നം, എൻ്റെ നെറ്റ് കിട്ടുന്നില്ല. മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് ബസ്സും ട്രെയിനൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് തുർക്കു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട്, നമ്മുടെ വെസ്റ്റേൺ ഭാഗത്തോട്ടാണ് പോകാനായിട്ട്. സമയം രാവിലെ 10 മണിയായി. ഇപ്പോഴും രാവിലെ സൂര്യൻ 3:30 എണീറ്റു. ബട്ട് എന്നിരുന്നാലും ഒരു ക്ലൗഡി വെതറാണ് കേട്ടോ ഇന്ന്. പിക്കപ്പ് ഇടാൻ വേണ്ടി മാത്രം സൂപ്പർ മാർക്കറ്റിൽ കയറി വന്നിരിക്കുകയാണ് കേട്ടോ. സെയിം മേക്കപ്പ് ഇടാൻ വേണ്ടി മാത്രം സൂപ്പർ മാർക്കറ്റിൽ വന്നു. ഇല്ല കേട്ടോ, നമ്മൾ ലഞ്ചിന് എന്തെങ്കിലും വാങ്ങണം. ഇനി നമ്മൾ പോകുന്നത് ഫിൻലാൻഡിൽ വന്നിട്ട് ഒരു ഫിനിഷ് സോണാക്കി പോയില്ലെങ്കിൽ എന്താ, അപ്പോൾ അതുകൊണ്ട് ഒരു ഫിനിഷ് സോണാക്കി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ഫ്രീ സോണയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ തടിയൊക്കെ വല്ലതും മുറിച്ചിടണം. ആ സ്ഥലം ഞാൻ പോയിട്ട് കാണിച്ചു തരാം. ഫിൻലാൻഡിലെ നഗരഹൃദയ ഭാഗത്ത് തന്നെയാണ് ആ സോണ വരുന്നത്. അതിന് വേണ്ടി വന്നപ്പോൾ കണ്ട സാധനമാണ് നമ്മൾ റെയിൻഡിയർ ഇല്ലേ, മാന്, എന്താ അതിൻ്റെ ടൂണയാണ് കേട്ടോ. അല്ല അതിൻ്റെ ടൂണല്ല, അതിൻ്റെ മീറ്റാണ്, ക്യാൻഡ് മീറ്റാണ്, അതിൻ്റെ ഇറച്ചിയാണ് കേട്ടോ ക്യാനായിട്ടുള്ള. ഇതുമല്ലോ നമ്മൾ വാങ്ങാൻ വേണ്ടിയിരിക്കുകയാണ് ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാൻ. ഇത് സോയ, വലുത്, ഇതും കൊള്ളാം. നമ്മളങ്ങനെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ലോങ്ങൊക്കെ പോകുന്ന ട്രെയിനാണ്. ഇപ്പം നമ്മൾ പോകുന്നത് വേറെ ട്രെയിനിലാണ്, ഇൻ്റർസിറ്റി എക്സ്പ്രസ് പോലത്തെ നമ്മുടെ സാധാരണ ട്രെയിനിലാണ്. ഇവിടെ നമുക്ക് ഓരോ AB സോൺ എന്ന് പറയുന്ന ഒരു സോൺ ഉണ്ടല്ലോ, AB എന്ന് പറഞ്ഞാൽ ആ സോണുണ്ട്. ആ സോണിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഏകദേശം 250, ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് 250 രൂപ അടുപ്പിച്ചാണ് പോകുന്നത്. അത് വെച്ചിട്ട് നമുക്ക് 90 മിനിറ്റ് ട്രാവൽ ചെയ്യാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സിറ്റിയിലോട്ട് പോകുന്ന ട്രെയിന്. ഇന്ന് ശനി ഞായറും ആയിട്ടാണ് ഇന്ന് ഓഫറുള്ളത്. ബാഗ് എടുക്കട്ടെ. ബാഗ് നല്ല വെയിറ്റ്. ട്രെയിനിൻ്റെ അകത്തൊക്കെ ഒരുമാതിരത്തെ ഒരു സ്മെല്ല് കേട്ടോ, ഭയങ്കര മോശം സ്മെല്ല്, ഒരു വാടായിട്ടുള്ള സ്മെല്ല്. ഈ കാണുന്നതാണ് AB. ഇങ്ങനെയുള്ള കുറച്ച് പേരുള്ളതുകൊണ്ടാണ് മോശമായിട്ട് സ്മെല്ല് ചെയ്യുന്നത്. കണ്ടില്ലേ, AB നമ്മൾ ടാപ്പ് ചെയ്യുക, AB എടുക്കുക, എന്നിട്ട് ഒരാൾക്ക് AB പ്രൈസ് 2. ഇത് നമ്മൾ ഹെൽസിംഗിയുടെ സെൻറ്റർ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ലോക്കൽ ട്രെയിൻ നിങ്ങൾ കണ്ടല്ലോ, ആ ട്രെയിനിലാണ് കേട്ടോ വന്നത്. ഇനി നമ്മൾ ബസ് എടുത്തിട്ട് നമ്മുടെ വേറൊരു ഐലൻഡിലോട്ട് പോവാണ്. ആ ഐലൻഡിൽ നിന്നാണ് നമുക്ക് ഇനി പോവേണ്ട സോണയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്ഥലം. അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മെയിനായിട്ടുള്ള ഒരു ട്രെയിൻ സ്റ്റേഷൻ. അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ്. ഇത് മുകളിൽ ഫിനിഷ് ഫ്ലാഗൊക്കെ ആക്കിയിട്ടുണ്ട്. ഫിൻലാൻഡ് ഇവിടുത്തെ ഉള്ള 4 നോർവിക് കൺട്രികളുണ്ട്. 4 നോർവിക് കൺട്രി എന്ന് പറയുമ്പോൾ ഒന്ന് ഡെൻമാർക്ക്, ഒന്ന് നോർവേ, ഒന്ന് സ്വീഡൻ, ഒന്ന് ഫിൻലാൻഡ്. ഈ 4 ഇതിനും ഒരേ കൊടിയാണ് കേട്ടോ. കളറുകൾ മാറും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 4 രാജ്യങ്ങൾക്കും ഒരേ സംഭവമാണ്. കൂടാതെ എന്തോ
2 ദേവന്മാർ, അപ്പുറത്തും ഇപ്പുറത്തും 2 ദേവന്മാർ എന്തോ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു സ്തൂപമാണ്. മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലായിടത്തും ഫ്ലാഗുകൾ സാധാരണ വീട്ടുകളിലും ഇപ്പോൾ അമേരിക്കയിലെ പോലെ തന്നെ US നമുക്ക് കാണാൻ കഴിയുമല്ലോ, എല്ലായിടത്തും US ഫ്ലാഗ് കാണാൻ സാധിക്കും, വീട്ടിൽ വരെ കുത്തി വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. അതുപോലെ ഫിൻലാൻഡിലും പലയിടത്തും കാണാൻ സാധിക്കും. അവിടെ തന്നെ ഒരു ഫിന്നിഷ് ഫ്ലാഗ്, അവിടെ തന്നെ മറ്റൊരു ഫിന്നിഷ് ഫ്ലാഗ്, ആ ഭാഗത്ത് ആ 2 കാണുന്നത് ഫ്ലാഗ്സ് ആണ്. അങ്ങനെ നമ്മൾ സോണാക്ക് പോകാനായിട്ട് ഇവിടെ ഐലൻഡിലോട്ട് കയറിയിട്ടുണ്ട്. ഐലൻഡിലോട്ട് നമ്മുടെ ബസ്സിലോട്ട് വന്നതാണ്. ഇവിടെ കുറേ ചെറിയ ചെറിയ യോട്ടുകൾ, ചെറിയ ബോട്ടുകളൊക്കെ, സ്പീഡ് ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിലോട്ട് പോവാണ്. ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ബാൾട്ടിക് സീ വരും. അവിടെയാണ് കേട്ടോ നമ്മുടെ ഈ സോണ ഉള്ളത്. എങ്ങനെയാണെന്ന് അറിയില്ല, ഓൺലൈനിൽ കണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ സോണകളൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് പോവുകയാണ്. എക്സ്പെക്റ്റേഷൻ്റെ രസം ഉണ്ടോ എന്നറിയില്ല. ഓൾറെഡി സോണയ്ക്ക് പോയിട്ട് പോകുന്ന ഒരു ചേട്ടനാണ് കേട്ടോ. എനിക്കിന്നിവിടെ കുറേ പേര് പോകുന്നു തോന്നുന്നു. അതാ സൈക്കിളിൽ അവിടെ ഒരു ചേച്ചി പോകുന്നു. കുറേ പേര് പോകുന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോണ. പിന്നെ ഫിന്നിഷ് സോണ എന്ന് പറയുമ്പോൾ വേറൊരു പ്രത്യേകത, പൊതുവേ ഡ്രസ്സൊന്നും ഇടാതെയാണ് അവർ പോയി അതിൽ കയറുന്നത്. വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രി ആയിട്ട് ഫിൻലൻഡ് കഴിഞ്ഞ 9 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണ്. അതിൻ്റെ പ്രധാന കാരണവും ഈ സോണ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒരു മിത്തായിട്ട് അവർ പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഫിന്നിഷ് സോണ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബോഡിക്ക് വേണ്ടിയല്ല, മാനസികമായിട്ട് അവരുടെ മൈൻഡിന് വേണ്ടിയാണ് ആളുകൾ ഇങ്ങനത്തെ സോണ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതൊരു സ്പാ പോലത്തെ ഉള്ളൊരു സെറ്റപ്പ് അല്ല. ഫിന്നിഷ് സോണ എന്ന് പറഞ്ഞാൽ സ്പാ അല്ല സത്യത്തിൽ. ഇത് ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇവിടെ ഏകദേശം 6 ലക്ഷത്തിൻ്റെ അകത്തുള്ള ആളുകളെ ഈ രാജ്യത്തുള്ളൂ. 6 ലക്ഷത്തിൻ്റെ അകത്ത് ആളുകളുണ്ടെങ്കിലും ഇവിടെ ഏകദേശം 3 ലക്ഷത്തോളം, 6 ലക്ഷമല്ല, നോക്കട്ടെ എത്ര ലക്ഷമാണ് ഇവിടെ പോപ്പുലേഷൻ? 6 ലക്ഷമല്ല, 60 ലക്ഷത്തോളം ആളുകളുള്ള ഈ ഒരു രാജ്യത്ത്, അതായത് 6 ലക്ഷം പേരുള്ള രാജ്യത്ത് 30 ലക്ഷം സോണ ഉണ്ട്. അതായത് സോണകൾ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും, എല്ലാ ബിൽഡിങ്ങുകളിലും, എല്ലാ കോംപ്ലക്സുകളിലും പതിവായിട്ട് കാണുന്നതാണ്. അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നഗ്നരായിട്ട് തുണിയൊന്നും ഇല്ലാത്ത കുറേ അപ്പുമ്പമാരെയൊക്കെ അതുകൊണ്ട് ചന്തിയൊക്കെ കാണിച്ച് ഡ്രസ്സൊന്നും ഇല്ലാത്ത സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ അവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് മാറിയെന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് വീഡിയോ എടുത്താൽ പിടി കിട്ടും. അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ അവിടെ നിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും നിക്കറിടാത്ത, പിന്നെ അങ്ങോട്ട് കുറേ ചേച്ചിമാരൊക്കെ നിക്കറിടാത്ത ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെയാണ് കേട്ടോ നമ്മൾ ലോക്കറൊക്കെ വെക്കേണ്ട സ്ഥലം. ഇവിടെ കുറേ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, നല്ല രസമുള്ള ഏരിയകളാണ്. ഇവിടെ പുറകിലോട്ടൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇങ്ങനെ ഉള്ളിൽ വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ലോക്ക് കൊണ്ടുവരണം. ഞാൻ ചോദിച്ചു കേട്ടോ, അവരുടെ അടുത്ത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഈ കാണുന്ന സ്ഥലത്ത് ഡ്രസ്സൊക്കെ ഒതുക്കിയിടുന്ന സ്ഥലമാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ അവർ ഡ്രസ്സൊക്കെ തൂക്കിയിടുന്ന സ്ഥലമാണ്. ഇവിടെ കുറേ സൈക്കിളിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ സൈക്കിൾ വെച്ചിട്ട് ഇതാ ഇവിടെ കുറേ പാട്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്ന ഒരു ഏരിയ ഫുള്ള്, ആ കാണുന്നതാണ് നമ്മുടെ ലോക്കറിൻ്റെ സെറ്റപ്പ്. ആ കാണുന്ന അവിടെയൊക്കെ ചെറിയ മ്യൂസിക് സംഭവങ്ങൾ. പിന്നെ അവിടെ തടിയൊക്കെ ഉണ്ട്. തടിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ വെട്ടിയിട്ട് എടുത്ത് ഇടണം. ഇവിടെ ടോയ്ലറ്റ് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ടോയ്ലറ്റ് തന്നെ ഇവിടെ തന്നെ ഉണ്ട്. അവിടെ മ്യൂസിക് സെക്ഷന്, കുറേ സെക്ഷൻ. എനിക്കൊരു ഇത് കേട്ടോ, കാരണം എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ തുണിയില്ലാതെ, കാരണം ഇതിൻ്റെ അകത്ത് ആദ്യം പോയിട്ട് ഇവരുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇല ഉണ്ട് കേട്ടോ. ആ ഇലയിട്ട് ദേഹത്തൂടെയൊക്കെ ഇങ്ങനെ ആക്കും. എന്നിട്ട് അതാക്കിയിട്ട് പിന്നെ ഇവർ നേരെ പോയിട്ട് ചൂട് കൊണ്ടിട്ട് ഇവർ നേരെ പോയിട്ട് തണുത്ത ലേക്കിലോട്ടോ ഐസ് ഹോളിലോട്ടോ എന്തിലെങ്കിലുമൊക്കെ അവർ പോയി ചാടിയിട്ട് പിന്നെ വീണ്ടും, അങ്ങനെയാണ് ഇവരുടെ സോണ പ്രക്രിയ. ഈ കാണുന്നതൊക്കെയാണ് വുഡ്. ഇത് നമുക്ക് ആവശ്യമുള്ള ഇതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ദാണ്ട് പല തരത്തിലുള്ള മെഷീൻസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇല്ലേ, ഇതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ തടിയെല്ലാം മുറിക്കാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സോണ. ഇവിടെ നിന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ആളുകൾ പുറത്തോട്ട് പോയിട്ട് നമ്മുടെ ബാൾട്ടിക് സീയിലോട്ട് പോകുന്നത്. ഇതിൽ നടന്ന് നേരെ ബാൾട്ടിക് സീയിൽ പോയിട്ട് വെള്ളത്തിൽ അവർ തണുത്ത വെള്ളത്തിൽ ചാടും. ഇൻട്രസ്റ്റിംഗ്, കൊള്ളാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ബാൾട്ടിക് സീ. ഇവിടെയാണ് കേട്ടോ ആളുകൾ പോയിട്ട് തണുത്ത വെള്ളത്തിൽ പോയി ചാടുന്നത്. അത്രയും ചൂട് സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് വന്നിട്ട്, ഇതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. ഒരു നോർമൽ ട്രഡീഷനാണ് കേട്ടോ. ഇവിടെ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും സാധാരണ ഫിന്നിഷുകാർ സോണയ്ക്ക് പോകുന്നത് പതിവാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും അവർ സാധാരണ പോവും. ഇതിങ്ങനെ അങ്ങോട്ട് പോവാം. ഏത് വേണോ ഇങ്ങനെ ചൂസ് ചെയ്തെടുക്കാം.
ഇതിൽ നിന്ന് ഏത് വേണം? ടേക്ക് എനി മേ ബി ദിസ് വൺ. എന്നിട്ട് ഇതാ ഇവിടെ പോയിട്ട് ആൾക്കാർ കട്ട് ചെയ്യുന്ന പോലെ ഇവിടെ ഇട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. No, that's happening. That's how it goes. I'll ring the boss. Okay, that's great. This ഇത് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഉപയോഗിക്കാനായിട്ട് അവർ ഗ്ലൗസ് വരെ തന്നു കേട്ടോ. അടിപൊളി കേട്ടോ. ചെയ്യുവാണ് കേട്ടോ. Come on. Huh? Moi. Sorry. No. We You're are trying to... find a cigarette for my friend. Okay. But I'm so happy because it's how many people over there I go and ask and everyone's like, no, I don't smoke, and I'm happy to hear this. Thank you. Yes, very nice. Thank you. Because I don't smoke also. That's good. Very good. പുള്ളിക്കാരിയുടെ കിളി പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. Very hard for me. പുള്ളിക്കാരിയുടെ കിളി പോയിരിക്കുകയാണ്. സിഗരറ്റ് മതി എന്നാണ്. സായി why you can't? I'm just a girl. You're just a girl? You're a chicken? No, it's not about chicken. Okay, give me. I'm not designer for this thing. And actually, I don't think so that you're designer for these things either. Is it recording? Yeah. Yes. Look, it's hard for you inclusive. How can you expect that it's not hard for me? Easy peasy. See? ഇതാണ് കേട്ടോ സായി കിടന്ന് മുക്കിക്കൊണ്ടിരുന്ന ഈ ഒരു സാധനത്തിന് വേണ്ടിയാണ്. ബ്ലേഡ് ഒടിയും കേട്ടോ സായി കട്ട് ചെയ്യുന്ന വേണ്ട. സായി No, I don't think it's working. No. How can I make it then? അങ്ങനെ പുറകില് ഉടുപ്പില്ലാതെ ഒരാൾ ഇരിക്കുന്നു എന്നാണ് സായി പറഞ്ഞത്. സായി, how was the experience? Was amazing actually, and the lake was not that cold that I was expecting. ഇവിടെ 3 വ്യത്യസ്തമായിട്ടുള്ള സോണ റൂമുകളുണ്ട്. പിന്നെ പാട്ട് 3 വ്യത്യസ്തമായിട്ടുള്ള സോണ റൂമുകളൊക്കെയാണ് കേട്ടോ. നമ്മളിനി പാക്ക് ചെയ്യുകയാണ്. ഇനി ഫുഡ് കഴിക്കണം. പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങി ഇവിടെ കണ്ടില്ലേ, അതായത് പിൻ യുവർ ഹോം. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം അവരുടെ ഹോം മാർക്ക് ചെയ്യാം. ഇവിടെ കേരളത്തിൽ നിന്ന് 1, 2, 3, 4 അതിൽ ഒരാളും ഞാനാണ് കേട്ടോ. പിന്നെ വരുന്നവരെല്ലാവരും പിൻ ചെയ്യണമെന്നില്ല. 4 പേര്. ഇവിടെ മുംബൈയിൽ നിന്ന് 3 പേര്, ഗുജറാത്തിൽ നിന്ന് കുറച്ച് പേര്, പിന്നെ ബീഹാർ UP എന്നൊക്കെ കുറച്ച് പേര്, ഡൽഹിയിൽ നിന്ന് 2 പേര്, പിന്നെ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ കുറച്ച് പേരുണ്ടല്ലോ. പിന്നെ സായിര സ്ഥലത്തുനിന്ന് ആകെ ഒരു ഇതാണ് കേട്ടോ. അതാ സായിര സ്ഥലം ഈ മൂട്ടി കിടക്കുന്ന ഇതാണ് ഒറ്റ ഒരാൾ. I would put actually one black one. It's look Why? more because it's look more the black one, you know. Okay. The white one is Then remove. don't look that much. അപ്പോൾ ഇവിടെ കുത്തിക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ ലോകം. എൻ്റെ വീട് ഇവിടെ, ഇന്ത്യ, സായിര വീട് അവിടെ. എന്ത് ദൂരം നോക്കിയേ, അറ്റത്ത് ഇവിടെ. ഇതാണ് മെക്സിക്കോ, ഇത് US, ഇത് കാനഡ, അത് അലാസ്ക, ഇത് സൗത്ത് അമേരിക്ക, ഇത് ബ്രസീൽ, ഇത് നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങൾ. ആഫ്രിക്കയിൽ നിന്ന് മാലി എന്നൊക്കെ ആരോ വന്നിട്ടുണ്ട്. ഇത് മാലിയാണ്. ഇവിടെ കണ്ട ഓരോ ആളുകൾ വന്നിട്ട് ഓരോ സംഭവങ്ങൾ അവർക്ക് സോറി സംതിങ് ഇവർ ഓരോ സാധനങ്ങൾ വന്ന് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്ത് ഫ്രഷായി നോക്കിയേ, അടിപൊളിയായിട്ടോ കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട് അവിടത്തേക്ക്, പക്ഷെ അങ്ങനെ അധികം എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സോണയുടെ അകത്തൊക്കെ 3 ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള സോണുണ്ട്. കുറച്ച് ചൂടുള്ളത്, കുറച്ചും കൂടി ചൂടുള്ളത്, അതിൽ നിന്നും കൂടുതൽ ചൂടുള്ളത്. ഇവിടേക്ക് ആളുകൾ വന്നിട്ട് സൺബാത്ത് ചെയ്യാനായിട്ട് സോണ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ കിടക്കുന്ന ആൾക്കാരെ ധാരാളം കാണാൻ സാധിക്കും. നമ്മൾ ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ മീറ്റില്ലേ, നമ്മുടെ പോളാർ ബിയർ അല്ലല്ലോ, that's a reindeer, right? Yes, Reindeer. The reindeer festival, you know what he mentioned. No, that is rainbow festival he was saying. അപ്പോൾ റെയിൻഡിയറിൻ്റെ മീറ്റും കൂടെ കഴിക്കാൻ വേണ്ടി പോകും. ആദ്യം നമ്മുടെ ഇവിടെ ബീൻസ്, നമ്മുടെ മീറ്റ് നമ്മുടെ ഇറ്റ്സ് വെരി ഫ്രോസൺ. ഓക്കെ, It's okay. കുഴപ്പമില്ല കേട്ടോ. Are you good? നമ്മുടെ ഈ കാണുന്നതാണ് കേട്ടോ മീറ്റ്.
No leí bien cuando compramos esto. Y esta Própela. madre es de venado porque... വലിയ es രസമില്ല കേട്ടോ. venado, ¿no? Entonces, está muy bueno. Está bueno. ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ കേട്ടോ. അങ്ങനെ അതാ ഈ പാറക്കല്ലിൽ എന്നെ കിടന്ന് ഉറങ്ങി. ഇവിടെ ഇപ്പോൾ നോക്കിക്കേ എത്രത്തോളം ആളുകളാണ് വന്നിരിക്കുന്നതെന്ന്. ആ കാണുന്ന ബീച്ച് ഫുള്ള് ആളുകളാണ്. അവിടെ നമ്മൾ വരുന്ന വഴിയിൽ ഇവിടെ കുറേ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. പിന്നെ ഗെയിം കളിക്കാനായിട്ടുള്ള വോളിബോൾ കോർട്ട് സംഭവങ്ങൾ. പിന്നെ അവിടെ ബാക്കി പണി നടക്കുവാണ് കേട്ടോ. ഈ കാണുന്ന ഒരു ഐലൻഡ് ഫുള്ള് ഒരു റിക്രിയേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഐലൻഡാണ്. ഫുള്ള് ഫോറസ്റ്റ്, പിന്നെ ആളുകൾക്ക് വേണ്ടിയുള്ള നടപ്പാത. നല്ലൊരു സ്ഥലം കേട്ടോ ഈ കാണുന്ന ഏരിയ. ഞാനിവിടെ പരിശ്രമിക്കാനായിട്ട് വന്ന എൻ്റെ കൈയെല്ലാം പോയി കേട്ടോ. ഇതാണ് നമ്മൾ കൊള്ളാം കേട്ടോ. ഇവിടെ എല്ലാ രീതിയിലുള്ള ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇതുമുണ്ട്. കമോൺ യു ക്യാൻ ചിക്കൻ. ഞാൻ എൻ്റെ 10-50 സെക്കൻഡിന് അതാക്കിയിട്ടുണ്ട്. യു സ്റ്റാർട്ട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. സായി എത്ര സെക്കൻഡിൽ പോകും? യു ക്യാൻ. ഞാൻ 10 സെക്കൻഡ് ആയിരുന്നു. സായി 9 10 11 12 13 14 15 16 17 19 സെക്കൻഡ്. വാ, ഗുഡ് ജോബ്. ഇവിടെ കുറേ അഡ്വഞ്ചർ സംഭവങ്ങളുണ്ടല്ലോ. മുകളിലൂടെ കയറുന്നത്, താഴെ കൂടെ കയറുന്നത്. ഇൻട്രസ്റ്റിംഗ്. O sea, en el ejercicio ganamos 50, me ganó no. കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൂടെ റോൾ ചെയ്ത് പോകുന്നത്. ട്രെയിൻ ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഐ തിങ്ക് ഇത് ക്ലോസ് ആയി കിടക്കുവാണ് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. കുറേയൊക്കെ പൊട്ടിക്കിടക്കുവാണ്. കുറേ ചെറിയ ചെറിയ കുഞ്ഞ് അഡ്വഞ്ചർ സംഭവങ്ങൾ. അടിപൊളി. എല്ലാം എന്താ സ്റ്റോപ്പ് ഇട്ടേക്കുവാണ് ഇവിടെ. അല്ലെങ്കിൽ ഇതിലേക്കൂടെയൊക്കെ നമുക്ക് പോയിട്ട് കളിക്കാമായിരുന്നു കേട്ടോ. പൊതുവെ ഫിൻലാൻഡിലെ പലയിടങ്ങളിലും, സ്പെഷ്യലി നമ്മുടെ ക്യാപിറ്റലിൽ, പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള പുതിയ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കും. ബട്ട് പഴയ ബിൽഡിങ്ങുകൾ വെച്ച് നോക്കുമ്പോൾ പുതിയ ബിൽഡിങ്ങിന് അത്ര വലിയ ചന്തമൊന്നും നമുക്ക് തോന്നില്ല. ഇവിടെ എല്ലായിടത്തും വീക്കെൻഡ് ആയതുകൊണ്ടാണ് എല്ലാ പാറയുടെ മുകളിലും ആൾക്കാരുണ്ട്. ആ പാറയുടെ മുകളിലൊക്കെ ആൾക്കാരിരിക്കുന്നുണ്ടോ എല്ലായിടത്തും. മാത്രമല്ല ഫിൻലാൻഡിൽ വന്നപ്പോൾ എനിക്ക് ഫിൻലാൻഡ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ അറിയില്ല, മറ്റ് യൂറോപ്പ് അറിയാമല്ലോ, യൂറോപ്പ് എനിക്ക് വലിയ താല്പര്യമില്ല. ബട്ട് ഫിൻലാൻഡിൽ വന്നപ്പോൾ എനിക്ക് ഫിൻലാൻഡ് കുറച്ച് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഫിന്നിഷ് ആൾക്കാർ കുറച്ച് എന്താ പറയുക ഫ്രണ്ട്ലിയാണ് കേട്ടോ. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർ സംസാരിക്കുന്നുണ്ട്, അപ്രോച്ചാണ്, അവരെയും അപ്രോച്ചബിളാണ്. ഒരു നല്ല ആളുകളായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഫിൻലാൻഡുകാർ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫിൻലാൻഡിൽ ഞാൻ ഇനി വരുമ്പോൾ കൂടുതൽ ദിവസം, ഒരു മാസമൊക്കെ സ്പെൻഡ് ചെയ്യണം, ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. അതാണ് എൻ്റെ നെക്സ്റ്റ്. ഹൗ ഇസ് ഫിൻലാൻഡ് പീപ്പിൾ ഫിനിഷ്? Like, I think it's one of the most friendly, at least from the Scandinavia, or like my memory is, they was really easy to do hitchhiking here, or inclusive another countries, but people Finnish would take you. So You think Sweden and Denmark or I mean, they are hard, not Norway? that friendly. I mean, it's more hard to make friends with them. It's like when you start a conversation with someone and they didn't ask you something for back, you know? Yeah. So Finnish people, they will actually start a conversation like today. I mean, a lot of people start to approach to us for just to have a conversation. So that's super nice. അടുത്തൂടെ പോയ ഫിനിഷ് ആൾക്കാരെല്ലാം കേട്ടോ കേട്ടോ. അവർക്ക് സന്തോഷമായി കാണും സായി പറഞ്ഞ കേട്ടിട്ട്. സായി പറഞ്ഞതെന്ന് പറയുമ്പം ഭയങ്കര ഈസിയാണ്. സായിക്ക് ലിഫ്റ്റൊക്കെ കിട്ടാൻ ഫിനിഷ് ആൾക്കാർ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. സോ പൊതുവേ മറ്റു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ അപേക്ഷിച്ച്, അതായത് സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ. സ്വീഡനിൽ വന്നിട്ട് ഫിൻലാൻഡിൽ വന്നിട്ട് നമ്മളിവിടുത്തെ ട്രെയിനൊന്നും എടുത്തില്ല. ഇനി നമ്മൾ ട്രെയിൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ട്രെയിന്. ഇതെല്ലാം നമ്മുടെ മറ്റേ ട്രാൻസ്പോർട്ട്, AB സോണ്ടസ് ട്രാൻസ്പോർട്ട്, അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ എല്ലാം പോകും കേട്ടോ. ഇനി നമ്മൾ മെട്രോയിൽ കയറിയിട്ട് തിരിച്ച് നമ്മുടെ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. സിറ്റിയിൽ വന്നിട്ട് ഇനി അടുത്ത ബസ് എടുത്തിട്ട് 2 മണിക്കൂർ ബസ് എടുത്തിട്ട് തുർക്കു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോകും. തുർക്കുവിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഞാനെടുത്ത് ഷിപ്പ് എടുത്തിട്ട് സ്വീഡനിലോട്ട് പോകും. അപ്പോൾ സായി പിന്നെ ഫിൻലാൻഡിൽ തന്നെ കുറച്ച് ദിവസം കറങ്ങും. അതാണ് ഇവിടെ കുറേ സൊമാലീസിന് എനിക്ക് കാണാനായിട്ട് സാധിച്ചു കേട്ടോ. കുറേ സൊമാലീസ് ഈ രാജ്യത്ത് ധാരാളം കാണാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഫിൻലാൻഡിൽ ഫിൻലാൻഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യം എന്ന് കേൾക്കുമ്പോൾ വേറൊരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ഒരു വലിയ
ഒരു ഫസ്റ്റ് വേൾഡ് കൺട്രി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നിയിട്ടില്ല. സത്യത്തിൽ ഒരു ഫസ്റ്റ് വേൾഡ് കൺട്രി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സാധാ ഒരു ജർമ്മനിയോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ പോലെ തന്നെയാണ് എനിക്ക് ഫിൻലാൻഡിൽ തോന്നിയിട്ടുള്ളത്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺട്രിയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും റോഡിൽ അധികം ട്രാഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ സെൻട്രൽ യൂറോപ്പിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും കേട്ടോ. ബട്ട് സ്റ്റിൽ ഫിൻലാൻഡിനോട് ഒരു സ്നേഹമുണ്ട്. കടയിൽ നിന്ന് ഒരു ഐസ്ക്രീമും വാങ്ങിച്ചുകൊണ്ട് വന്നു. നടന്ന് എൻ്റെ തോള് വേദന എടുക്കുന്നു കേട്ടോ. തോള് നല്ല വേദന എടുക്കുന്നു. ഇതുപോലുള്ള സ്കൂട്ടറൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ ഡെലിവറി, നമ്മുടെ ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് കേട്ടോ. അങ്ങനെ കുറേ പേരുണ്ട്. ചേട്ടന്മാരവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിച്ചുകൊണ്ടൊക്കെ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യ എന്നൊക്കെ വന്ന ചേട്ടന്മാർ, പാകിസ്ഥാൻ ചേട്ടന്മാരൊക്കെയാണ് കേട്ടോ. അവരുടെ ഒരു വീക്കെൻഡ് സെലിബ്രേഷൻ നല്ല രസമുണ്ട് കേട്ടോ. അവർ രസമായിരുന്നു, ഒരുമിച്ചിരുന്ന് പാർക്കിലിരുന്ന് കാര്യം പറയുന്നതും അവരുടെ ഒരു, അതായത് വേറെ രാജ്യത്തുനിന്ന് അവർ വേറെ രാജ്യത്ത് വന്നിട്ട് ഒരുമിച്ച് അവരുടേതായിട്ടുള്ള കൾച്ചറിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി സംസാരിക്കുന്നത് നല്ല രസം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പാർക്കിലിരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ്. ഇനി ആകെ 1.5 മണിക്കൂറേ ഇവിടെ ഉള്ളൂ. ആ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ. ഓൾറെഡി കാണിച്ചു തന്നല്ലോ. ഇന്നത്തെ സോണയിൽ നിന്നും അധികം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, സോറി. ഞാൻ എൻ്റെ ഐസ്ക്രീം ദാണ്ടെ കിളിക്ക് കൊടുക്കാൻ വേണ്ടി, ഈ കിളികൾ ഭയങ്കര ഡേഞ്ചറസാണ്. ഇവിടുത്തെ കിളികൾ പറന്ന് വന്നിട്ട് തട്ടിയെടുക്കും. ഞാൻ വെച്ചു കൊടുത്തപ്പോൾ ആരും എടുക്കാൻ വരുന്നില്ല കേട്ടോ. ഞാൻ കളിപ്പിക്കാൻ വേണ്ടി വെച്ചായിരുന്നു. കിളി വന്നിരിക്കുന്നുണ്ടോ? ഐസ്ക്രീമിൻ്റെ കവർ കൊത്താൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇന്നലെ ഞാൻ ഫിൻലാൻഡിലെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കുറേ മെസ്സേജ് വന്നു കേട്ടോ. അതിലൊരു മെസ്സേജ് വന്നു. അതിലൊരു മലയാളി എന്നെ കാണാൻ വേണ്ടി വന്നു. പുള്ളി നമ്മളെ കൊണ്ടുപോയി ബർഗറൊക്കെ വാങ്ങിച്ചു തന്നു. പേരെന്താ? നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിക്കോ. ഷമീർ. എവിടെയാ സ്ഥലം? കോഴിക്കോട്. ഇവിടെ എത്ര വർഷമായി? ഞാനിവിടെ ഫിൻലാൻഡിൽ 6 മാസം. 6 മാസം. അതിനു മുന്നേ നോർവേ ആയിരുന്നു. നോർവേ ആണോ ഇഷ്ടം, ഫിൻലാൻഡ് ആണോ ഇഷ്ടം? നോർവേ ആണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത്. എക്സ്പ്ലോർ ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. പക്ഷേ ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഇപ്പം നോർവേ ആണ്. കാരണം അവിടെ ഞാൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നത്. അവിടെ കറക്റ്റ് നമ്മളെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഫീൽ ചെയ്തത് ലാൻഡ്സ്കേപ്പ് ഫ്ലാറ്റ് ആണ്, ഒരുപോലെയാണ് മിക്കവാറും. നോർവേയിലെ വെറൈറ്റി ലാൻഡ്സ്കേപ്പ് ആണ്. വെറൈറ്റി ലാൻഡ്സ്കേപ്പ് സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നോർവേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നോർവേ എന്ന് പറയുന്ന രാജ്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. അത് വെച്ചാണോ പറഞ്ഞേ? ആളുകൾ ഏതാ ഇഷ്ടപ്പെട്ടെ? അത് രണ്ടും ഒരുപോലെയാണ് എനിക്ക്. ഓക്കെ. ട്രാവലേഴ്സ് പെർസ്പെക്റ്റീവില് സായി പറഞ്ഞത് സായിക്ക് ഫിന്നിഷ് ആളുകളാണ് ഇഷ്ടമെന്ന് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ നോർവേ ആളുകൾ അങ്ങനെ അധികം മിങ്കിളായിട്ടില്ലല്ലോ, നോർവേയിൽ പോയിട്ടില്ലല്ലോ. അല്ലാതെ വഴിയെന്ന് വെച്ചാൽ കണ്ട ആൾക്കാരെ അറിയാവും. നോർവേയിൽ പോയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പറയുമ്പോൾ ഈ സ്പെഷ്യലി പ്രായം കുറവായിട്ടുള്ള പയ്യന്മാരാണെന്ന് കേട്ടോ. ഭയങ്കര ഒരു റൈസിസമാണ്. റൈസിസമൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ വിദേശികളെ കാണുമ്പോഴൊക്കെ കളിയാക്കൂല, അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ അധികം വയസ്സൊന്നും ഇല്ലാത്ത കുട്ടികൾ, കുറച്ച് പയ്യന്മാരെ ഇന്ത്യക്കാരന്മാരുടെ അടുത്ത് സംസാരിച്ചിട്ട് പറയുന്നുണ്ട് ഐ ലവ് ഇന്ത്യ, ഐ ലവ് ഇന്ത്യ എന്നിട്ട് പറയുന്നു മറ്റേ ഇന്ത്യൻ ആക്സെൻറ്റിൽ ഗിവ് മീ ദ മണി, ഗിവ് മീ ദ മണി, ഗിവ് മീ ദ ഓർഡർ. കാരണം ഇന്ത്യക്കാരാണല്ലോ കൂടുതൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ പുറകിൽ വരുന്നവരെല്ലാം ഇങ്ങനെ പാവം കേട്ടോ. അവിടെ നിന്ന് ചേട്ടന്മാരെ കുറച്ച് കളിയാക്കുവാണ്. ഇപ്പോൾ എനിക്ക് ഒന്ന് കമൻ്റ് അടിക്കുന്ന എൻ്റെ അടുത്താണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആർക്കിടെക്ചർ. ഇത് ഞാൻ ഇതുവരെയൊക്കെയായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. കുറച്ച് നേരത്തെ സമയമുണ്ടായിരുന്നെങ്കിൽ നേരത്തെ വരായിരുന്നു. ഇത് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. ബർഗർ പോലും കഴിച്ചില്ല, പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ധാരാളം ഇറാഖീസ് ഉണ്ട്, പിന്നെ ധാരാളം സൊമാലിയൻസ് ഉണ്ട്. ഇതിൻ്റെ 2 പ്രധാന കാരണം എന്ന് പറയുമ്പം, ഇറാഖിലെന്ന് പറയുമ്പം 1800 കാലം തൊട്ടേ, അല്ല 1900-നൊക്കെ ശേഷം മുതലേ മറ്റേ ഗൾഫ് യുദ്ധം, പിന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധം, വീണ്ടും ഗൾഫ് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ISIS-ന്റെ എന്താ പറയുക കടന്നുകയറ്റം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല സൊമാലിയയിലെന്ന് പറയുമ്പം 1980-ലൊക്കെ സിവിൽ വാർ ഉണ്ടായിരുന്നു, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ 2 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഇവിടുത്തെ ഫിൻലാൻഡ് ഗവൺമെൻറ് മറ്റ് യൂറോപ്യൻ ഗവൺമെൻറ്റുകൾ വിളിക്കുന്നതിനേയും കാട്ടി ഇവരാദ്യമായിട്ട് ഇവരെയൊക്കെ അസൈലം കൊടുത്തിട്ട് ഇവരുടെ രാജ്യത്തിലോട്ട് കടന്നു വരാനായിട്ട് അവരൊരു ഓഫർ കൊടുത്തു. അങ്ങനെയാണ് കുറേ ആളുകൾ ഇവിടെ വന്ന് അവരുടെ കമ്മ്യൂണിറ്റികൾ ധാരാളം ഇവിടെ ഉണ്ടായി. നമ്മളിവിടുത്തെ കാമ്പി ഹെൽസിങ്കി ബസ് ഒരു മോളിലോട്ട് വന്നിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ബസ് വന്നു.
നമ്മുടെ ഫ്ലെക്സ് ബസ്സിലോട്ട് കയറുകയാണ് കേട്ടോ. വളരെ ചീപ്പായിട്ടാണ് കേട്ടോ എനിക്ക് ഈ ടിക്കറ്റ് കിട്ടിയത്. ഏകദേശം 600 രൂപയ്ക്ക് ഇവിടെ 2 മണിക്കൂർ യാത്ര. അത് ചീപ്പായിട്ട് കിട്ടിയ ടിക്കറ്റാണ് കേട്ടോ ഫ്ലെക്സ് ബസ്സിൽ. You will find your seat number on your ticket. Fasten your seat. രാത്രി കഴിക്കാനായിട്ട് ടൂണയൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ്. ഒന്നും കഴിച്ചില്ല കേട്ടോ, ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലെക്സ് ബസ്സിൽ യാത്രയാണ്. ഫ്ലെക്സ് ബസ്സും ഉണ്ട്, ഒമ്നി ബസ് എന്ന് പറഞ്ഞ ഒരു ബസ്സുണ്ട്. ഈ 2 ബസ്സുകളിൽ യാത്ര ചെയ്താൽ നമുക്ക് ചീപ്പായിട്ട് ടിക്കറ്റുകൾ ഇത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്ലെക്സ് ബസ്സാണ് ഫിൻലാൻഡിൽ ഏറ്റവും ചീപ്പെന്ന് തോന്നുന്നു. ട്രെയിൻ ഇതിൽ കൂടുതൽ എക്സ്പെൻസീവ് ആവും. ഹിച്ച് ഹൈക്കിങ് പിന്നെ കുറച്ച് പാടായതുകൊണ്ട് ചീപ്പായിട്ട് കിട്ടിയോണ്ട് ഫ്ലെക്സ് ബസ് എടുക്കാമെന്ന് വിചാരിച്ചേ. എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ. Tomorrow I will go back. I know. You're like fast. Yeah. പോകുന്ന വഴിയിൽ നല്ല രസമുള്ള ശവകുടീരം കേട്ടോ. നമ്മൾ ആക്ച്വലി ആദ്യം വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ച ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഈ ശവകുടീരമാണെന്ന്. ധാരാളം ടണൽ ഈ പോകുന്ന വഴി ധാരാളം ഉണ്ട്. വന്നപ്പോൾ തന്നെ ഫുള്ള് പാർട്ടിയും പരിപാടിയൊക്കെയാണ്. കാരണം ഇന്ന് വീക്കെൻഡാണ്, വീക്കെൻഡിൻ്റെ പരിപാടിയാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു റിവറുണ്ട്, ഔറ റിവർ എന്ന് പറഞ്ഞ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു നദിയുണ്ട്. ആ നദിയുടെ ഭാഗത്തിൻ്റെ കുറച്ച് കനാൽ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലായിടത്തും നമ്മുടെ യുക്രൈനിൻ്റെ പതാകയാണ് പൊങ്ങിപ്പറക്കുന്നത്. ഇവർക്കെന്ന് പറയുമ്പോൾ റഷ്യയെ കണ്ടുകൂടാ, സ്പെഷ്യലി ഫിൻലാൻഡുകാർക്ക്. യൂറോപ്പുകാർക്ക് പൊതുവെ റഷ്യക്കാരെ കണ്ടുകൂടാ. ഈ കാണുന്നതെല്ലാം നമ്മുടെ പുഴയുടെ അടുത്തുള്ള ഓറ പുഴയുടെ ഒക്കെ അടുത്തുള്ള റിവർ, റെസ്റ്റോറൻറ്റുകൾ, സംഭവങ്ങളൊക്കെയാണ്. കഫേ, ബാറ്, അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രാത്രി ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ. കൊള്ളാം കേട്ടോ. അവിടെയും എന്തോ പാർട്ടിയും പരിപാടിയൊക്കെ നടക്കുക. ആകാശ ദൃശ്യം കണ്ടോ ഇവിടുന്ന്? ഫുൾ ഈ ഔറ നദിയുടെ ഭാഗമായിട്ടുള്ള കനാലിൻ്റെ, ഇത് ഔറ നദി തന്നെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗത്തുള്ള ഒരു രാത്രിയുള്ള അനക്കവും ശബ്ദവും ഒച്ചയൊക്കെയാണ്. നമ്മളിവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട് ഏതെങ്കിലും സ്ഥലം നോക്കി മലമുകളിൽ വന്നിരിക്കുകയാണ്. വെളുപ്പാലത്ത് എണീക്കണം, ഇന്ന് ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പും ചെയ്യണം. അങ്ങനെ പാതിരാത്രി നമ്മളിവിടെ ഏതൊരു കോട്ടിൻ്റെ അടുത്ത് ഒരു സ്ഥലം കണ്ടെത്തി. പെർഫെക്റ്റ് ആയി. അങ്ങനെ നമ്മുടെ ടെൻറ്റൊക്കെ അടിച്ചു. ഇവിടെ സായിയുടെ ടെൻറ്റ് റെഡിയായി. ഇവിടെ എനിക്ക് കിടക്കാനുള്ള എൻ്റെ ടെൻറ്റ് റെഡിയായി. ഇനി കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.